ഹലോ മച്ചന്മാരെ, പാകോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫാമിലി മോമോസാണ്. എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? മോമോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമോ. നമ്മളിന്നപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചിക്കൻ. അത് കഴിഞ്ഞ് വേണ്ടിയത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാപ്പീര ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. തേങ്ങാപ്പീര വറുത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ഓക്കെ. നമ്മൾ ഇതിന് വേണ്ടി മോമോസിന് വേണ്ടിയുള്ള പിന്നെ മോമോസിന് മെയിൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ മൈദയാണ് ഉപയോഗിക്കുന്നത്. മൈദയും ഞാനിപ്പം കുറച്ച് ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടും സമാസമം എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് ഇച്ചിരി വലുതായിട്ട് പരത്തി നിങ്ങൾക്ക് എത്രയും മാക്സിമം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാവോ അത്രയും കട്ട് ചെയ്തെടുക്കുക. അതാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്തു. അതിൻ്റെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ശരിയാക്കി എടുക്കണം. ചൂടായി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുനുകുനെ അരിഞ്ഞാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് പാനിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ അതിലേക്ക് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട സവാള തട്ടി കൊടുക്കാം ഗൈസ്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എലിയോ ഉപ്പ് നീരൊഴിച്ച് കൊടുക്കുകയാണ് ഗൈസ്. കല്ലുപ്പ് നീരാക്കിയതാണ്. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുന്നതാണ്. എല്ലാവരും ഒന്നും ചേർക്കുന്ന സാധനമല്ല അല്ലേ അച്ഛാ? അതെ. തേങ്ങ നമ്മൾ നല്ലപോലെ ചിരവി എടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താണ്. അതുകൂടെ അതിൻ്റെ അതിലേക്ക് തട്ടി കൊടുക്കുക. തേങ്ങ മൂപ്പിച്ചെടുത്തത് ഒരുപാട് മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അത് അതിനകത്തിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ തട്ടി കൊടുക്കുകയാണ്. ചിക്കൻ തട്ടി കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. സോസ്, ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ലേശം. ഇതെല്ലാം ടേസ്റ്റിന് വേണ്ടിയാണ്. ചെറുതായിട്ടൊന്ന്, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ലേശം ശകലം സോയാ സോസോട് ചേർത്ത് കൊടുക്കുക. ഇനി എരിക്ക് വേണ്ടി ഒരു ലേശം നമ്മുടെ വറ്റൽമുളക് അരച്ചതാണ്. വറ്റൽമുളകും തക്കാളിയും നല്ലപോലെ വേവിച്ചെടുത്ത് അരച്ചതാണ്. അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. മോമോസ് തിന്നാൻ വേണ്ടിയായിരിക്കും ഇത്. നമ്മൾ ആ ചിക്കൻ മാറ്റിയിട്ട് നമ്മുടെ പാനിൻ്റെ അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വറ്റൽമുളകും വേവിച്ച് അരച്ചെടുത്താണ് ഗൈസ്. അതും ഇട്ട് കൊടുത്തു. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ചേർത്ത് കൊടുക്കുക.
ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി കോൺഫ്ലവർ, ലേശം കോൺഫ്ലവർ എടുത്ത് അതിനകത്ത് വെള്ളത്തിൽ ചാലിച്ചെടുത്താണ് ഗൈസ്. അതുവരെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അതാ, എരിയൊക്കെ ഉണ്ടെങ്കിൽ എരിയും കുറഞ്ഞ് നല്ല സെറ്റായി വരും. അതുപോലെ നല്ലതായിട്ട് ചേർത്ത് കൊടുത്ത് പഞ്ചസാര, അതാ, ഒരുപാട് എരിവ് വേണ്ട, കുറച്ച് മധുരമൊക്കെ വേണ്ട ആളുകൾക്ക് ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. അതും വാങ്ങി വെക്കുകയാണ് ഗൈസ്. നമ്മൾ ഇഡലിക്കുട്ടം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇഡലിക്കുട്ടത്തിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഒരു പ്രത്യേകതരം മോമോസ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഒരു പ്രത്യേകതരം മോമോസ്. ഇത് ഒരു ചെറിയ മോമോസാണ്. ഇതിനെ ഇങ്ങനെ ശരിയുള്ളു ഗൈസ്, മുയലും കുഞ്ഞാണ്. അയ്യോ, ഇതിനിടാൻ പറ്റിയ പേര് വല്ലതും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേ. ഈ ഈ ഈ ഈ രൂപത്തിനിടാൻ പറ്റിയ ഒരു പേര് എടുത്ത് ചാടത്തിൽ കഴിയുന്നു. ഓരോ ചപ്പാത്തിയായിട്ട് നമ്മൾ പരത്തിയെടുത്താണ്, പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിൻ്റെ അതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ മടക്കിയെടുക്കുക. സൈഡിൽ നിന്ന് ഇങ്ങനെ 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 റൗണ്ട് മോമോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് വെന്ത് വരുമ്പം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം. ഞാൻ പറയാൻ ചിക്കൻ മാത്രമായിട്ട് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചോളൂ. എല്ലാം ഒട്ടിപ്പിടിച്ചു. അയ്യോ, പണിയായ. നമ്മളുണ്ടാക്കിയ ഗൈസ് മോമോസ് കണ്ടോ, നമ്മളുണ്ടാക്കിയത് വേറൊരു ടൈപ്പ് മോമോസാണ്. അപ്പോൾ ദേ നമ്മൾ പരത്തിയെടുത്ത മോമോസ് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഗൈസ്. നമ്മൾ ഉണ്ടാക്കി വെച്ചെല്ലാം ഒട്ടിപ്പോയായിരുന്നു ഗൈസ്. കുറേ നേരമായി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്, അതുകൊണ്ട് എല്ലാം ഒട്ടിപ്പോയി. നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വെച്ചു നമ്മുടെ മോമോസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങ് തിടുക്കമായി. മോമോസ് പരത്തിക്കോ. ഇവിടെ മോമോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷെഫ് പിള്ള. അത് തിന്നരുത്. നമ്മുടെ മോമോസ് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം സെറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം അപ്പോൾ അതേ നമ്മുടെ മോമോസ് എല്ലാം നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. മോമോസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടാ. അപ്പോൾ അതേ വാങ്ങിക്കോ. അവിടെ പ്ലേറ്റിലോട്ട് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി എടുത്തു. തല്ലി പൊട്ടിക്കരുത്. തുടരുത്. ചൂടാ. അപ്പോൾ ദേ ഗൈസ് നമ്മുടെ മോമോസ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ക്യാമറ തല്ലി പൊട്ടിക്കില്ല. അപ്പോൾ ദേ മോമോസ് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അല്ല ഇടറക്കെ മോമോസ് ചൂടാ വേണ്ട ചൂടാ. അപ്പോൾ ദേ കഴിച്ചു നോക്കാം. സൂപ്പറാ. അതുണ്ട് സാധനം ഉണ്ട്. സൂപ്പർ. ചൂടാ. സോസ് അങ്ങോട്ട് ഇട്ടിട്ട് കഴിച്ചോ. ഓ കുത്തി കയറ്റുകയാണ് ഗീസ്. അതുണ്ട് സാധനം ഉണ്ട്. അടിപൊളിയല്ലേ? വേണ്ടാ സൂപ്പർ. ആ തേങ്ങാക്കൊത്താക്കിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചൂടാണ്. എന്തോടാ എന്തു ചന്നിയോ? ചൂട് പൊക്കോളൂ. ചൂടാണ്. എങ്ങനെയുണ്ട് ഇറക്കേ?
സൂപ്പറാണോ? ആ പിന്നല്ല. ഞാനുണ്ട് കൊള്ളാം. എരിവാ ഇതാ ചൂടാ, കൊള്ളല്ലോ പാവല്ലോ. അപ്പോൾ അതെ കഴിച്ചു നോക്കാം ഗൈസ്. ചട്നിക്ക് അതിൽ മുക്കിയിട്ട് സാധനം കൊള്ളാം കേട്ടോ. പിന്നെ നമ്മൾ മൈദ കുറച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടി, ചെറിയൊരു കട്ടിയുണ്ട്. പിന്നെ കളറും വ്യത്യാസമുണ്ട്. ഒരു സാധനം അടിപൊളിയാണ്. മൈദ തന്നെ ആയിരുന്നെങ്കിൽ ഈ കളർ മൈദ തന്നെ ആയിരുന്നു വെള്ള കളർ വന്നത്. അപ്പം ഗൈസ് നല്ല കിടിലൻ മോമോസാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.